ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോജക്റ്റ് റെഡിമെയ്ഡ് ഹോം തിയേറ്റർ എന്നുള്ളതാണ്. ഫ്രിഡ്ജും അതുപോലെ തന്നെ എ സിയും വാഷിംഗ് മെഷീനൊക്കെ ഓൺലൈനിൽ മേടിക്കുന്ന പോലെ തന്നെ നമുക്ക് ഹോം തിയേറ്റർ അതിൻ്റെ സൈസ് അനുസരിച്ച് ഓൺലൈനിൽ നമുക്ക് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീട്ടിൽ ഡെലിവറി ചെയ്തും ഇൻസ്റ്റലേഷൻ ചെയ്യുന്നവർ വന്ന് ഇൻസ്റ്റാൾ ചെയ്യും. അതാണ് റെഡിമെയ്ഡ് ഹോം തിയേറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു പ്രോജക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഡോക്ടർ സോഹൻ റോയിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ മലയാളികളുടെ അഭിമാനമായിട്ടുള്ള ഡാം ട്രിപ്പിൾ നയൻ എന്ന് പറയുന്ന മൂവി 5 ഓസ്കാർ നോമിനേഷൻ നേടിയ മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനമായിട്ടുള്ള ആ മൂവിയുടെ ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ ഡോക്ടർ സോഹൻ റോയ് ആണ് ഈ ഒരു പ്രോജക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കമ്പനി ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അദ്ദേഹം UAE ഒരു ബില്യനെയർ ബിസിനസ്മാനാണ്, ഫോബ്സ് ലിസ്റ്റഡായിട്ടുള്ള ബിസിനസ്മാനാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു പ്രോജക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഏരീസ് DM പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് നമ്മളൊരു കമ്പനി ഫോം ചെയ്തിട്ടുണ്ട്. ആ കമ്പനിയാണ് ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റെഡിമെയ്ഡ് ഹോം തിയേറ്ററിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവിൽ വീട്ടിലുള്ള ആ ഒരു ഫെസിലിറ്റി ഒന്നും കളയാതെ തന്നെ നമുക്ക് നമ്മുടെ ടെറസിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഔട്ട് ഹൗസ് ആയിട്ടോ ഈ റെഡിമെയ്ഡ് ഹോം തിയേറ്റർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നാൽ വീട്ടിൽ ചെയ്യുന്ന പ്രോജക്റ്റായിട്ട് ചെയ്യുന്ന ഹോം തിയേറ്ററിനേക്കാളൊക്കെ വളരെ മികച്ച ക്വാളിറ്റിയോടുകൂടി അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ആയിക്കോട്ടെ, വിഷ്വൽ ക്വാളിറ്റി ആയിക്കോട്ടെ, അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സ്ട്രെങ്ത് ആയിക്കോട്ടെ, ഇതൊക്കെ വളരെ സോളിഡായിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പല ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഫൈനൽ സ്ട്രക്ചറിൽ എത്തിച്ചത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല സാധനങ്ങളും നമ്മൾ വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് അതിൻ്റെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുന്ന ഈവൻ അതിൻ്റെ അക്വസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ, അതിൻ്റെ ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ, അതിൻ്റെ ഈവൻ ഈ കാർപ്പറ്റ്, അതിൻ്റെ പ്രൊജക്റ്റേഴ്സ്, ഇതെല്ലാം നമ്മൾ പല കമ്പനിയിൽ ഡയറക്റ്റായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കസ്റ്റമർക്ക് നമുക്ക് വളരെ എക്കണോമിക് ആയിട്ടുള്ള റേറ്റിന് ഏറ്റവും മികച്ച സാധനങ്ങൾ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ. അത് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ക്വാളിറ്റി എങ്ങനെ ഉണ്ടാകും എന്ന് ആളുകൾക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അത് കൺവിൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു മൊബൈൽ തിയേറ്റർ ഓൺ വീൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു ബിഗ് ട്രെയിലറിൽ നമ്മൾ തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കേരളത്തിലുടനീളം നമുക്ക് സഞ്ചരിച്ച് നമുക്ക് അതിൻ്റെ ക്വാളിറ്റി സ്വാഭാവികമായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയമുള്ളവരെ അതിൻ്റെ ആ ഒരു നിലവാരം കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ കയറി നമുക്കതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ അകത്തെ ലൈറ്റ് നമുക്ക് ഓൺ ചെയ്യാം. ഇതിനകത്തൊരു റിമോട്ട് കൺട്രോൾ ഉണ്ട്. 4 ചാനലുണ്ട്. അതിനകത്ത് ഓരോ ചാനലും നമുക്ക് ഇതുപോലെ ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ചാനലും ഇതുപോലെ ഓൺ ചെയ്യുകയും ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ നോക്കിയേ. ഇതിൻ്റെ അക്വസ്റ്റിക് വർക്ക് ആയിക്കോട്ടെ, ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന സ്ക്രീൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിയൽ തിയേറ്ററിൻ്റെ സ്ക്രീൻ മെറ്റീരിയൽ തന്നെ നമ്മൾ അതിൻ്റെ അതുണ്ടാക്കുന്ന ഫാക്ടറിയിൽ നിന്ന് നമ്മൾ വലിയ റോളായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ച് അത് ഫാബ്രിക്കേറ്റ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിലൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അക്വസ്റ്റിക് ഡോറ്, അതുപോലെ തന്നെ അതിൻ്റെ ചെയർസ്, ഈ ചെയർ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കമ്പനിയുണ്ട്. പിന്നെ ഇതുണ്ട്, ചെയർ വളരെ കംഫർട്ടബിളായിട്ടുള്ള തിയേറ്റർ ചെയറാണ്. അപ്പോൾ ഈ ചെയർ ഇപ്പോൾ ഈ കാണുന്ന തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 സീറ്റുള്ള ഒരു തിയേറ്ററാണ്. ഇത് നമ്മുടെ വൺ ഓഫ് ദ മിനിമം സൈസിലുള്ള ഒരു തിയേറ്ററാണ്. നമ്മൾ ഈ റെഡിമെയ്ഡ് തിയേറ്റർ ഏകദേശം 4ഓളം ഡിഫറൻറ്റ് സൈസിലാണ് അവതരിപ്പിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതേ അപ്പിയറൻസ് ആയിരിക്കും നമുക്കുണ്ടാവുക. പിന്നെ കളർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഒരു കസ്റ്റമറുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് വേണേൽ കാർപ്പറ്റ് വേണേൽ ബ്ലാക്ക് കളറാക്കാം. അപ്പോൾ അങ്ങനെ കസ്റ്റമറുടെ താല്പര്യത്തിനനുസരിച്ച് കളറുകൾ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ബാക്കി കാര്യങ്ങളെല്ലാം ആസിറ്റീസ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഇതിൻ്റെ മെറ്റീരിയൽസ് കംപ്ലീറ്റ് ഫാബ്രിക്കേറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി വെച്ചിരിക്കുകയാണ്. ഇനി വെച്ചേക്കുന്നത് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക, അസംബിൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഒരു തിയേറ്ററിലെ ഏറ്റവും വലിയ ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റിയാണ്. ഏറ്റവും മികച്ച വിഷ്വൽ ക്വാളിറ്റിയും അതിൻ്റെ സൗണ്ടുമാണ് ഒരു തിയേറ്ററിൽ ഒരാൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്ന പ്രൊജക്ടറുകൾക്കൊക്കെ ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എല്ലാം ലിക്വിഡ് ഹാലജൻ ലാമ്പുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഗ്രാജുവലായിട്ട് കുറഞ്ഞു വരും. കാരണം അതിൻ്റെ ടെക്നോളജിയുടെ പ്രത്യേകതയാണ്. ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന പ്രൊജക്ടർ എന്ന് പറയുന്നത് ഒരു LED സ്മാർട്ട് പ്രൊജക്ടറാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പോകുന്നത്. നിങ്ങളതിൻ്റെ ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ വേറെ ഒരു പ്രൊജക്ടിനെ പറ്റി പിന്നെ ചിന്തിക്കത്തില്ല.
ഈ ഒരു ഇത് കണ്ടോ, ഓണായി വരുമ്പം തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഫോക്കസ് ആദ്യം കറക്റ്റ് ചെയ്യും. ആ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ക്വാളിറ്റിയിലേക്ക് വരത്തക്ക രീതിയിൽ അതിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്തായിട്ട് കാണും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ പ്രാവശ്യം ഓണാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോക്കസ് കറക്റ്റ് ആകുന്നതായിട്ട് കാണാം. ഇനി അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് കണ്ടു നോക്കാം. ഇതിപ്പം നമുക്കറിയാം ഇത് സ്മാർട്ട് പ്രോജക്റ്റാണ്, അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് യൂട്യൂബ് ആയിക്കോട്ടെ, ആമസോൺ പ്രൈം ആയിക്കോട്ടെ, നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ, ഏത് ആപ്പ് വേണം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, ഗെയിം കളിക്കാം, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്കൊരു വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്കൊന്ന് നേരിട്ട് മനസ്സിലാക്കി തരാം. ഇതാണ് ഇതിൻ്റെ ഒരു വിഷ്വൽ ക്വാളിറ്റി. ഈ ഒരു ക്വാളിറ്റി നിങ്ങൾ ഒരു തിയേറ്ററിലും കണ്ടിട്ടുണ്ടാവില്ല. അത്ര ക്രിസ്റ്റൽ ക്ലിയർ ക്വാളിറ്റിയാണെന്നുള്ളത്. ഇനി ഇതിൻ്റെ ഈ ഒരു വീഡിയോ ക്വാളിറ്റിയേക്കാളും വലിയ ഇതിൻ്റെ ഈ പ്രൊജക്ഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈഫാണ്. 30,000 അവേഴ്സാണ് ഇതിൻ്റെ ലൈഫ്. നമ്മൾ ഈവൻ 24 മണിക്കൂർ ഓൺ ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല. LED ആണ് ഇതിൻ്റെ ലൈറ്റ് സോഴ്സ്. ഇത് ഈ കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാൽ പോലും നമുക്കത് കസ്റ്റമർക്ക് ഈ പ്രോജക്റ്റിനകത്ത് തരുമ്പോഴേക്കും നമുക്ക് വളരെ എക്കണോമിക്കായിട്ട് തരാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊജക്ടറിനകത്ത് ഹാർമൻ ഗാർട്ടൻ്റെ, അതായത് ഒരു ഓഡിയോയ്ക്കകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലോബൽ ലീഡറാണ് ഹാർമൻ ഗാർട്ടൺ. JBLൻ്റെ തന്നെ മദർ കമ്പനിയാണ്. അപ്പം ഹാർമൻ ഗാർട്ടൻ്റെ ഒരു സൗണ്ട് സിസ്റ്റം, DTS സറൗണ്ട് സൗണ്ട് സിസ്റ്റം ഈ പ്രോജക്റ്റിനകത്ത് ബിൽറ്റിനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രോജക്റ്റിനകത്ത് നമ്മൾ വേറെ സൗണ്ട് സിസ്റ്റം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ഈ പറയുന്ന ഓരോ സൈസിലുള്ളതിൻ്റെയും പ്രൈസിനകത്ത് നമ്മൾ സൗണ്ട് സിസ്റ്റം പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഡെനോൻ്റെയോ അല്ലെങ്കിൽ മരാൻസിൻ്റെയോ ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും സൗണ്ട് സിസ്റ്റം ഇതിനകത്ത് ഏത് സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ കേബിളിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ HDMI കേബിളും എല്ലാം നമ്മൾ ഇട്ട് അതിൻ്റെ പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് സമയത്ത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടൊരു വലിയൊരു സൗണ്ട് സിസ്റ്റം നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഒരു സൗണ്ട് സിസ്റ്റം കൊടുക്കണോ, അന്നേരം നിങ്ങൾക്ക് അതിനുള്ള പ്രൊവിഷൻ കംപ്ലീറ്റ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഈ പറയുന്ന നമ്മുടെ ഫ്രണ്ടിലെ കൺട്രോൾ ബോക്സ് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ലിഫ്റ്റ് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് സൗണ്ട് സിസ്റ്റം കംപ്ലീറ്റ്, ഇപ്പം AV റിസീവർ ആയിക്കോട്ടെ, സൗണ്ട് സിസ്റ്റം സ്പീക്കേഴ്സ് ആയിക്കോട്ടെ, അതിൻ്റെ എന്താ പറയുക സബ്വൂഫർ ആയിക്കോട്ടെ, ഇതെല്ലാം കൊടുക്കാനുള്ള പ്രൊവിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രോജക്റ്റിനകത്ത് നമ്മളിത് കോട്ട് ചെയ്യുന്നില്ല. അതിനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്റ്റ് ചെയ്യാം. അത് നമ്മൾ ചെയ്തു തരും.